ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। മറ്റൊരു പ്രഭാതം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. और एक सुप्रभात हमारा मसीह हमारे लिए प्रदान दिया, इसी कारण में मैं मसीह को धन्यवाद देता हूँ। ഈ അവസരം ഒരുക്കിയതായ തോമസൻ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ये अवसर हमारे लिए प्रदान दिया, अपना थॉमसन पास्टर के प्रति मैं परमेश्वर को धन्यवाद देता हूँ। എവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. सारे सबों को ये वचन की घोषणाओं में आपको स्वागत करता हूँ। ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമായി തീരട്ടെ. आज मनन करने के लिए मैं आग्रह रखा है, परमेश्वर की इच्छा हमारे में पूरी हो जाए, उसी के लिए जागते हुए रहे। വല്ലപ്പോഴുമുള്ളതായ ഭക്തിയും പ്രാർത്ഥനയും ആരാധനയും അല്ല, അത് നമ്മുടെ ഒരു സ്വഭാവമായി തീരട്ടെ. और हमारा दिनम प्रति मसीह के साथ मेल मिलाप में रहना, आराधना प्रार्थना करना हमारा स्वभाव होते ही रहे. കാരണം വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മെ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നതായ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. हमें विश्वास योग्य रहते हैं, विश्वास जीवन में से पीछे हटाने के लिए शैतान ने कई प्रकार की तंत्र मंत्र कर रहा है. നാം ജീവിക്കുന്നത് ദൈവമക്കൾക്ക് വളരെ പ്രതികൂലമായിട്ടുള്ളതായ ഒരു ചുറ്റുപാടിൽ അത്രയും. हम जीवित है, परमेश्वर के लोगों को ये परिस्थिति हमारे लिए अनुकूल नहीं होते हैं. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. और पगले यूहन्ना की पत्री और पगले अध्याय में आपको मैं ध्यान के लिए रखता है. 15, 16, 17 വാക്യങ്ങൾ. और पगले यूहन्ना पगले अध्याय 1 യോഹന്നാൻ 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17. पहले यूहन्ना की पत्री दूसरा अध्याय 15वां और 16वां पद, तुम ना तो संसार से और ना संसार में की वस्तुओं से प्रेम रखो। यदि कोई संसार से प्रेम रखता है तो उसमें प्रिय पिता क्या प्रेम नहीं है, क्योंकि जो कुछ संसार में है, अर्थात शरीर की अभिलाषा और आंखों की अभिलाषा और जीविका का घमंड, वह पिता की ओर से नहीं परंतु संसार ही की ओर से है. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. यहाँ पर दिया है तो ना संसार से और ना संसार में की वस्तुओं से प्रेम रखो. यदि कोई संसार से प्रेम रखता है तो उसमें पिता की प्रेम नहीं है. ഇവിടെ ലോകം എന്ന് പറയുന്നത് നാം ജീവിക്കുന്നതായ ഈ ലോകത്തില് അതിനെ നിയന്ത്രിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ये संसार की अर्थ हम जीते हैं, हमारा परिस्थितियों को देखते हैं, वो आमतौर पर और की बात मालूम होते हैं, समझते हैं, इसके बारे में लिखा गया है. ലൗകികമായിട്ടുള്ളതായ പല ആഗ്രഹങ്ങളും ഇച്ഛകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും അത് നിത്യ ജീവിതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതിന് വേണ്ടിയും പര്യാപ്തമായിട്ടുള്ളതാണ്. हमारा शारीरिक अभिलाषा दुनियादारी बातों में हमारा ध्यान रखते हैं,
तब मसीह में से हम दूर हो जाते हैं, रहित भी होते हैं। അപ്പോ ലോകപ്രകാരമുള്ളതായ ആഗ്രഹങ്ങൾ നാം വച്ച് പുലർത്തുകയാണെങ്കിൽ അതിന്റെ കാരണം നാം ജീവിക്കുന്നത് വീണുപോയ അത് ഒരു മനുഷ്യജാതി അത്രേ നമ്മുടെ ചുറ്റുപാടുമുള്ളത്. दुनियादारी बातों में हमारा जीवन बिताएगा तो गिरे हुए एक बड़ा मनुष्यों की भीड़ की न्याय हम भी हो जाते हैं। അത് പാപത്താൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവൻ പലവിധമായിട്ടുള്ളതായ പ്രലോഭനങ്ങൾക്ക് വിധേയനായി തീരുന്നു. पाप और अपराधों में गिरे हुए मनुष्यों के बारे में हम सोच समझेगा तो उनका जीवन की हाल को उन्होंने परमेश्वर की महिमा से रहित होने के कारण बन जाते हैं। ഭൗതിക നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടി ലോകപ്രകാരം ശ്രേഷ്ഠമായ നിലകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയൊക്കെയും മനുഷ്യൻ അത് ബന്ധപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ അത്രേ നാം ജീവിക്കുന്നത്. आर्थिक के बारे में और हम उन्नति पाना पाएगा और परमेश्वर की महिमा से दूर हो जाते हैं। അധികമായിട്ട് എന്താണ് ആഹാരത്തിന് വേണ്ടിയുള്ളതായ ഒരു താല്പര്യം, അമിതമായി ഭക്ഷണം കഴിക്കുന്നതായ ഒരു ശീലം, और हमारे और आहार में खाने पीने में मन लगते हैं और एक गलत शिक्षा है। ലൈംഗികമായ പാപങ്ങൾ വളരെ പെരുകിയിരിക്കുന്നു. शारीरिक अभिलाषा आजकल दिनों में ये उन्नति श्रेणी में है। അപ്പോ ജഡത്തിന്റെ ഇച്ഛ പ്രവർത്തിക്കുന്നതിന് എത്ര എന്താണ് പറയുന്നത്, ജഡമോഹം എന്ന് പറയുന്നത്. और शरीर की अभिलाषाओं में अपना जीवन रखते हैं और ये सांसारिक बातों के बारे में बता रहा है। നാം ജീവിക്കുന്നതായ ഈ ലോകത്തെ അത് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് പൈശാചിക ശക്തി അത്രേ. हम जीते हैं संसार में, सांसारिक काम कार्य शैतान की जुल्म के कारण होते हैं। ലോകം മുഴുവനും ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്നത് ജഡത്തെ സന്തോഷിപ്പിക്കുന്നതായ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി അത്ര. दुनियादारी सारे मानव जातियों आजकल दिनों में दौड़ रहा है ये शारीरिक अभिलाषा और धन दौलत की खूबसूरत बातों को देखते हुए. വചനം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്നാണ്. और धर्मशास्त्र हमें यही बात सिखाता है, वो ये संसार, उसका आग्रह, उसका लालच सब कुछ हट जाएंगे. അതുകൊണ്ട് ലോകവും ലോകത്തെയും അതിന്റെ മോഹത്തെയും നാം ഒഴിഞ്ഞു മാറണം എന്ന് പറയുന്നു. और इसी कारण में मसीह में से हम रहित होने के कारण दुनियादारी बात उसका आग्रह को त्याग करते हुए मसीह की शब्दों में हम हो लिया जाना चाहिए. അപ്പോ ഭൗതികമായിട്ടുള്ളതായ ഈ ലോകവും അതിന്റെ മോഹമൊക്കെയും അത് നശിച്ചു പോകുമെന്നും ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. और आर्थिक बातों में हम इतने जागृति में उन्नति पाएगा तो मसीह में से हम एक एक दिन अलग दूर हो जाते हैं. അപ്പോ ദൈവത്തിന്റെ പ്രവൃത്തികളെ അത് എതിർക്കുന്നതായ ഒരു പൈശാചിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്തിലായിരിക്കുന്നു നമ്മൾ ജീവിക്കുന്നത്. और परमेश्वर की आज्ञाकारी शब्द को त्याग करते हुए मानव जातियों के शब्द को आग्रह रखते हैं. इसी कारण में मसीह की महिमा से हम रहित है. അപ്പൊ ഇവിടെ മോഹം എന്ന് പറയുന്നതായ വാക്കിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് അധികമായിട്ടുള്ളതായ പാപം ചെയ്യുന്നതായ ആഗ്രഹമാണ്. और संसार के प्रेम रखता है, उसमें पिता के प्रेम नहीं, और संसार की बातों में मेल मिलाप हो जाते हैं. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു.
और यहाँ पर दिया है 16वां पद में दिया है, अर्थात शारीरिक की अभिलाषा और आंगों की अभिलाषा और जीविका का घमंड इत्यादि बात वहां पर दिया है. അപ്പം ജഡ ജഡമോഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്തതായ പാപകരമായിട്ടുള്ളതായ ആഗ്രഹങ്ങൾ അത്രേ. शारीरिक अभिलाषा यही है, हम परमेश्वर की महिमा से रहित होने के कारण बन जाते हैं. പിന്നെയും അത് കൺമോഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. और आंगों की अभिलाषा के बारे में लिखा गया है. ഈ കണ്ണുകൾക്ക് അല്ലെങ്കിൽ കണ്ണുകൾക്ക് വളരെ ആസ്വാദ്യകരമായിട്ടുള്ളതായ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. आंगों की अभिलाषाओं में हमारा चारों तरफ और सिर उठाकर देखेगा तो और आनंद मगन होने की बहुत कारण वहां पर पाया जाता है. ഈ രണ്ട് കണ്ണുകളിലൂടെ അത്രേ ഈ ലോകത്തിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നത്. दो आंग के द्वारा सांसारिक बात ज्ञान विवेक को हम आकर्षित कर रहा है. സമ്പത്തിന്റെ മേലുള്ളതായ ആഗ്രഹം, പിന്നെ വസ്തുവകൾ നേടുന്നതിനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹം, ഇതൊക്കെ ഈ കൺമോഹത്തിൽപ്പെടുന്നത്. और आंग की आग्रह योग है और धन के लिए दौड़ते हैं और खूबसूरत के बारे में सोच विचार करते हैं इत्यादि बात परमेश्वर की अनुग्रह से रहित होने के कारण बन जाते हैं. സാത്താന്യ ശക്തികളാൽ സ്വാധീനിക്കപ്പെടുന്നതായി ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ മേൽ ജയമെടുക്കണം. शैतानिक काम कार्यों में हम आने की समय ये शैतान लाते हुए सामर्थ्य में से हम विजय पाना अनिवार्य है. ഇവർ ജയം എടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. और विजय पाना हमारा अनिवार्य है. അപ്പോ ഈ ലോകത്തിന്റെ മേലുള്ളതായ ജയം നാം എടുക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതായ മാറ്റം അത്ര. और दुनियादारी काम कार्यों में से बचाने की और उद्धार पाने की बात हम शैतान के कामों में विजय पाते हुए बात है. അപ്പോ ലോകത്തിൽ വ്യാപരിക്കുന്ന ശക്തികളുടെ മേൽ നമ്മൾ ജയമെടുത്തില്ല എങ്കിൽ നാം ആത്മീയ ജീവിതത്തിൽ നിന്നും വീണു പോകുന്നതിന് സാധ്യതയുണ്ട്. दुनियादारी शक्तियों में से हम विजय नहीं पाएगा तो हम विजय पा नहीं सकते हैं. നമ്മളെക്കാൾ ശക്തന്മാരും ഭക്തന്മാരുമായ അനേകർ വീണുപോയ ഒരു മണ്ഡലത്തിൽ അത്രയും നാം ജീവിക്കുന്നത്. हमारे में से बढ़कर शक्ति सामर्थ्य वाला जो काम कार्यों में से हम बढ़कर हम मसीह की कामों में ध्यान रखना आवश्यकता है. ഈ ലോകത്തിൻ്റെതായ മായാ വലയത്തിൽ നിന്നും അതിൻ്റെ ആകർഷണ ശക്തിയിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ളതായ പ്രാർത്ഥനയും വചന ധ്യാനവും ആവശ്യമായിരിക്കുന്നു. दुनियादारी काम छोड़कर मसीह की आत्मा के साथ मिलजुल कर मसीह की अनुग्रह प्राप्त करना चाहता है तो दुनियादारी बात काम को त्याग करते हुए उसको अलग करते हुए मसीह में से हम अनुग्रह आदर पाना चाहिए. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ മേൽ നാം ജയമെടുക്കണം. परमेश्वर की संतान बनना चाहता है तो ये दुनियादारी प्रभु और उसमें से शैतान के कामों से हम विजय प्राप्त करना अनिवार्य है. പാപത്താൽ വികലമാക്കി തീർന്നതായ അഥവാ കറപ്റ്റ് ചെയ്തതായ മനുഷ്യ സ്വഭാവത്തെ അത്രേ ജഡം എന്ന് പറയുന്നത്. मनुष्य की शारीरिक अभिलाषा वो मनुष्य की चिंता कल्पनाओं में गिरते हैं, वो पाप की एक भाव हो जाते हैं. അതുകൊണ്ട് അലംഭാവത്തോടു കൂടിയ ക്രിസ്തീയ ജീവിതം വളരെ അപകടകരമായ കാര്യമെന്ന് ഇത്രയും പറഞ്ഞു വരുന്നത്. ये वचन में चेतावनी देता है, मामूली तौर पर नामधारी
विश्वासी गण ना बनना चाहिए, ये बात समझाता है। ദാവീദ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ സൈന്യം യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ താൻ അവരോടൊപ്പം യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം താൻ അലംഭാവത്തോടു കൂടി തന്റെ വീട്ടിൽ കഴിയുകയായിരുന്നു. दावीद राजा के बारे में ये बात हम सीखते हैं। दावीद राजा ने यो लोग सेनाओं युद्ध रणनी में है, लेकिन दावीद ने अपने महल में शारीरिक अभिलाषाओं में दृष्टि लगाया, ये बात गलत शिक्षा हो गया। തന്റെ ഗൗരവമായിട്ടുള്ളതായ ദൗത്യം നിറവേറ്റുന്നതിന് തയ്യാറാകാതെ താൻ ഉദാസീനമായി നിന്നതുകൊണ്ട് തന്റെ ആ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടന്നുകൂടുന്നതിനിടയായി തീർന്നു. और अपना सेनाओं ने युद्ध के लिए और युद्ध तंत्र करने के लिए फील्ड में है, लेकिन दावीद राजा ने अपने महल में शारीरिक अभिलाषाओं में ध्यान लगाया है। ദൈവമക്കളായ നാം ഓരോരുത്തരും പൈശാചിക ശക്തികളോട് ഈ അന്ധകാര ലോകത്തില് അതിനോടൊക്കെയും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരത്രേ. और मसीह की लोग निरंतर निरंतर मसीह की आत्मा की वश में रहकर और मसीह के लिए सोच विचार करना हमारा आवश्यकता है। അവന്റെ കണ്ണുകൾ ആ സ്ത്രീയെ കാണുകയും അവൻ മോഹിക്കുകയും അവൻ പാപം ചെയ്യുകയും ചെയ്തു. दावीद राजा ने अपने महल में वो अन्य स्त्री को देखा है, शारीरिक अभिलाषाओं में अपना मन लगाया, इसी कारण में वह गिर ना पाया। അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പിശാചിന് അല്ലെങ്കിൽ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് നാം ഇടം കൊടുക്കരുത്. ये बात चेतावनी देता है, अन्य शरीर की अभिलाषाओं को हम ध्यान ना लगे और शैतान हमारे घर में वास करने के लिए जगह ना दे। അതുകൊണ്ട് അവൻ വ്യഭിചാരം ചെയ്തു, മറ്റൊരു കൊലപാതകം നടത്തി, അങ്ങനെ കുറ്റബോധം കൊണ്ട് അവൻ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. यहाँ पर पाया जाता है, इसी कारण में दावीद राजा ने व्यभिचार किया, पाप किया, इससे अलावा एक व्यक्ति को मार खाया है। ഈ ദാവീദിന് എന്ത് ദോഷമാണ് തന്റെ ഈ ദുഷ്പ്രവൃത്തി നിമിത്തം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം അന്ന് ചിന്തിച്ചില്ല. और दावीद राजा ने अपने महल में शारीरिक अभिलाषाओं में उन्होंने गिरना पड़ा, इसी कारण में आगे आते हुए संभव के बारे में वो सोच विचार नहीं किया। അവൻ പിന്നീട് മനസ്സിന്റെ നിയന്ത്രണം വിട്ട് ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു, എന്റെ പാവം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന്. जो स्वयं भविष्यवक्ता ने आकर दावीद राजा को स्मरण दिलाया और दावीद ने पाप अपराध किया, इसी कारण में दिनम प्रति उन्होंने पुकारते ही रहा, मेरा अपराध मेरा आंग की ओर है। താൽക്കാലികമായുള്ളതായ ആ സന്തോഷം അവനുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവൻ പിന്നത്തേതില് ഒരു കൊലപാതകിയായി തീർന്നു. शारीरिक अभिलाषा तात्कालिक तौर पर अच्छा रहा है, लेकिन अनंत काल की भविष्य बहुत गंभीर हाल में गिरना पड़ा। എനിക്ക് ആദ്യകാലത്ത് ഇദ്ദേഹത്തെ അത്ര ഇഷ്ടമില്ലായിരുന്നു. परमेश्वर के दास के विश्वास की पकड़े के समय इनको इतना विश्वास और प्रेम नहीं था। എന്നാൽ എന്റെ അഭിപ്രായം മാറ്റിയത് ഞാൻ നോക്കിയപ്പോ കർത്താവ് യേശുക്രിസ്തു പലപ്പോഴും ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങളും അത് ഏറ്റുപറയുകയുണ്ടായി. और मेरे मन में फिरावट आया, यीशु मसीह ने दावीद ने लिखा हुआ भजन संगीता कई बार उठाकर और आगे बताने लगा। നമ്മളെ പോലെ അല്ലല്ലോ കർത്താവ് ചിന്തിക്കുന്നത്. കർത്താവ് സകല പാപവും ക്ഷമിക്കുന്നതായ കർത്താവ് അത്രേ. हम सोच विचार किया करता है, इसी नहीं हमारा यीशु मसीह ने सोच विचार उनकी मनमर्जी से होता है। നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്.
यीशु मसीह ये वायदा दिया है, हमारा पाप अपराध इतना और लाल रंग की नाई बनेगा तो भी मैं वो पाप को ढाब कर और ये इतनी सरल बना दिया देता है। തന്റെ പാപത്തിന്റെ ഫലമായിട്ട് തന്റെ കുഞ്ഞ് മരിക്കുന്നതിനിടയായി തീർന്നു. തന്റെ മകൻ അബ്ശാലോം തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ തന്റെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ വന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് തന്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മായാത്ത ഒരു കറയായിട്ട് തന്നെ, ഒരു പാടായിട്ട് തന്നെ ഇരിക്കുന്നു. और दावीद की जिंदगी में एक वस्त्र में ढाक पड़ा है, कारण उनका पुत्र मर गया। अबशालोम उनको विरोध में और दावीद को हटाकर गद्दी पर बैठने के लिए उन्होंने प्रयत्न किया। दावीद के विरोध में इतना लड़ाई शुरू की। ജഡത്തിന്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മെ പിശാചിന്റെ കയ്യിലേക്കും ഈ ലോകത്തിലേക്കും വിട്ടുകൊടുക്കുക എന്നത്രേ. शैतान के काम कार्य यही है, और सांसारिक बातों में, शरीर की अभिलाषाओं में अपने आप को सौंप देते हैं। നാം വളരെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നത്രേ കൺമോഹം എന്ന് പറയുന്നത്. और आगे ध्यान लगाना, ये बात है आंग की अभिलाषा। അത് നമ്മുടെ ദ്രവ്യാഗ്രഹം സകലവിധ പാപങ്ങൾക്കും കാരണമായി തീരുന്നു. हमारा धन के ऊपर भरोसा रखता है, वो अनर्थवारी काम रह जाते हैं। കൂടുതൽ സമ്പന്നരാകുന്നതിന് വേണ്ടി മനുഷ്യർ വളരെയധികം പാപപ്രവൃത്തികൾ ചെയ്യാൻ മടിക്കുന്നില്ല. और मनुष्यों ने धनी बनने के लिए बहुत सारे पाप में और गिरा जाते हैं। മറ്റൊരു മോഹം എന്ന് പറയുന്നത് ജഡാഭിലാഷ മാത്രമേ. और दूसरा एक दिया है आंखों की अभिलाषा और जीव का घमंड। वह पिता की ओर से नहीं परंतु संसार की ओर से है। നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരം വേണം, മറ്റുള്ളവരുടേതായ പുകഴ്ച നമുക്ക് വേണം, മറ്റുള്ളവരുടെ കയ്യടി വേണം. ഇതിനു വേണ്ടിയുള്ളതായ ഒരു പ്രവൃത്തി അത്രേ എന്താണ് പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ എന്താണ് പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. और शरीर अभिलाषा और जीव का घमंड, वह हम यहाँ पर बहुत महान बने, धनी बने, संपन्न रास्ता में आए, इत्यादि बातों में ध्यान लगाते हैं। ये बारे में നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. हम ये बात है पवित्र आत्मा की अगुवाई से हमारा आग्रह लालसा रखेगा तो मसीह ने हमें इतनी उन्नति श्रेणी पर ला सकते हैं। ബാരൻ വാൻ വെൽസ് എന്ന് പറയുന്നതായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. और बारन एक नाम है, परमेश्वर की एक दास था। അദ്ദേഹം ജർമ്മനിയിലായിരുന്നു ജീവിച്ചിരുന്നത്. उन्होंने जर्मनी में जीवित बिताया। അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. एक प्रभु की महान परिवार कुटुंब में जन्म पाया। എന്നാൽ അദ്ദേഹം താൻ രക്ഷിക്കപ്പെട്ടു യേശുവിന്റെ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. एक बार उन्होंने मन फिराया और मसीह का एक सेवक होकर नियुक्त हुई। ഇത്രയും ഉന്നത കുല ജാതനായ താൻ ഒരു മിഷണറി വേലയ്ക്ക് പോകുന്നതിന് എല്ലാ ആളുകളും വിമർശിച്ചു. इतने बड़ा उन्नति श्रेणी में रहने वाला व्यक्ति मसीह की सेवक होकर निकलने के बारे में लोग गुड़गुड़ाने के लिए शुरू किया। അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രഭു ലോർഡ് എന്ന് പറയുന്നു, എന്നാൽ ഞാൻ എന്റെ ലോർഡ്, എന്റെ കർത്താവ് യേശുവാണ് എന്റെ കർത്താവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. पूछा हुआ लोगों को, ये व्यक्ति ने एक बात कहा, तूने मुझे और महान नाम दिया है, लेकिन मैं सोचते हैं हमारा मसीह हमारा महान है। കണക്കില്ലാത്തതായ തന്റെ സ്വത്തും അധികാരവും എല്ലാം ഉപേക്ഷിച്ചിട്ട് താൻ കർത്താവിന്റെ ഒരു എളിയ മിഷണറി ആയിട്ട് താൻ പ്രവർത്തിച്ചു. और जितने धन दौलत थे, इतने अधिकारी है, सब कुछ त्याग कर मसीह का एक सेवक होकर
अपना जीवन बिताने आग्रह किया। റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം रोमियों की पत्री और 13वां अध्याय में 14-ാം വാക്യം. और उसका 13वां अध्याय 14वां पद में കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മുഖങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. और वचन में दिया है मनुष्य की शरीर की अभिलाषाओं पर ना जाए, मसीह की वश में जीते रहे. ഫിലിപ്പ് യാൻസി എന്ന് പറയുന്നതായ ഒരു സുപ്രസിദ്ധനായ ദൈവദാസനുണ്ട്. फिलिप जाशी नाम में सुप्रसिद्ध प्रचारक थे. അദ്ദേഹത്തിന് സ്വന്തമായി സഭയുണ്ട്, വലിയ ശുശ്രൂഷയുണ്ട്, അനേകം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. वो व्यक्ति को अपने लिए मंडली भी है, बहुत पुस्तक की रचना है और बहुत महान व्यक्ति था. എന്നാൽ അദ്ദേഹത്തിന് അടുത്ത കാലത്ത് തന്റെ ജീവിതം ഒരു പരാജയമാണ് എന്ന് കുറ്റസമ്മതം നടത്തുകയുണ്ടായി. एक बार उन्होंने एक अपने आप की गलती को समझा और किए हुए काम गलत बात है, सोच विचार किया. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജഡാഭിലാഷം നിമിത്തം അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായിട്ട് 8 വർഷക്കാലം രഹസ്യമായിട്ടുള്ളതായ പാപം ചെയ്ത് ജീവിക്കുകയായിരുന്നു. उन्होंने इतनी महान है, रचिता है और मंडली के मालिक है, सब कुछ है, लेकिन उनका स्वयं पत्नी सिवा अन्य स्त्रियों के साथ 8 वर्ष से शरीर की अभिलाषा में गिरने पड़ा. തന്നെ കുറ്റബോധം കൊണ്ട് താനത് അത് ഏറ്റുപറയുന്നതിനിടയായി തീർന്നു. तूने गलत काम किया, वो गलत काम अपने आप को जांच लिया. അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമുണ്ട്. उसको पत्नी और पुत्र पुत्रियों भी है. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ എന്നത്രേ. उनका पत्नी ने ये वचन दिया, मसीह उनको क्षमा दे. ഇങ്ങനെ ഡബിൾ ലൈഫ് നയിക്കുന്നതായ അനേകം ദൈവദാസന്മാരെന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. हमारा बीच में भी 2 पत्नियों को रखते हुए जीवन बिताने वाला सेवकों की झुंड भी आजकल दिनों में देख सकते हैं. യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സകലവും ഉപേക്ഷിച്ചല്ലോ, എന്നിട്ടാണല്ലോ ഞങ്ങൾ അങ്ങയോട് കൂടി വരുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. यीशु मसीह के शिष्यों ने एक बार मसीह की ओर पूछताछ की, हमारा धन दौलत सब कुछ हम त्याग की, हम तेरे पीछे हो लिया है, हमको क्या चीज मिलेगा. അപ്പൊ അവര് സകലവും ഉപേക്ഷിച്ച്, സമ്പത്തും അവരുടെ ബിസിനസ്സും മറ്റ് സമൂഹത്തിലുള്ളതായ മറ്റെല്ലാ കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചിട്ടത്രേ യേശുവിനെ പിന്തുടർന്നത്. यीशु मसीह की चेलों ने, शिष्यों ने धन दौलत या पति पत्नी और संतान सब कुछ त्याग कर हमारा मसीह का पीछे हो लिया है. യേശു അവരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. ये मसीह की और ये शिष्यों ने बातचीत करने लगा, तब मसीह ने उनको कहने लगा, ये स्वर्ग सिंहासन डालेंगे, तुम अभी सब कुछ त्याग किया तो सिंहासन 12 सिंहासन में ये 12 चेलों में बैठा दूंगा. ശിഷ്യന്മാർ ലോകപരമായിട്ടുള്ളതായ മോഹങ്ങളും ജഡീകമായിട്ടുള്ളതായ അഭിലാഷങ്ങളും കൺമോഹങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് അത് കർത്താവിനെ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ജയജീവിതം നയിക്കുവാൻ കഴിയും. और हम मसीह में है, हमारा शारीरिक अभिलाषा या आंखों की अभिलाषा या धन दौलत के बारे में सोच विचार सब कुछ त्याग करेगा तो हम सच्चे हृदय पर मसीह की संतान बन सकते हैं. അപ്പോൾ രഹസ്യമായി പാപത്തിൽ ജീവിക്കുന്നതായ ചിലരെ നമുക്കും അറിയാമല്ലോ. गुप्त हृदय पर पाप में रहते हैं वो लोगों को
मालूम होते हैं हाल क्या होता है। അതെ, അവരെ കുറിച്ച് കപട വിശ്വാസികൾ എന്നത്രേ യേശു പറഞ്ഞത്. और मसीह ने उन्हीं के नाम दिया कपट विश्वासियों। അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, സ്നാനമേറ്റവരാണ്, പിന്നെ ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും അത് നിരന്തരമായിട്ട് ഈ ഒരു പരിശുദ്ധാത്മ നിറവിൽ തന്നെ നാം ആയിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ये वचन चेतावनी देता है, जितनों ने मन मसीह में लगे रहे और त्याग करने वाले वस्तुओं त्याग करे, छोड़ने वाले चीज को छोड़ दे, मसीह में एक चित्त एक मन होकर स्तुति आराधना करना प्रभु की मुलाकात वही है। ദിവസവും നിശ്ചിത സമയം നാം വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരുമായിരിക്കണം. और निश्चय समय में वचन ध्यान करना, प्रार्थना करना, मन मसीह में एक चित्त होना। പ്രാർത്ഥനയ്ക്ക് നിശ്ചിതമായ സമയം നാം കണ്ടെത്തണം. ഈ പ്ലാറ്റ്ഫോമിൽ നിശ്ചിത സമയങ്ങളിൽ നാം മുടക്കം കൂടാതെ പ്രവേശിക്കണം. और ये प्लेटफॉर्म में हम आते हैं, उचित काम कार्य चलते हैं, इसी कारण में यानी उचित समय में प्लेटफॉर्म में आकर प्रार्थना और मध्यस्थ प्रार्थना और वचन की घोषणा में लवलिन करना आवश्यकता है। നാം രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ നമ്മെ തള്ളിയിടുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരം നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു ശത്രുവാണ് നമുക്കുള്ളതെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നല്ലത്. हम जान से लेना, मन बनाया, बपतिस्मा लिया, उस समय से लेकर गिराने के लिए शैतान ने कई प्रकार की योजना बना रहा है। അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഏത് വിധത്തിലെയും താഴെ ഇടുവാൻ തക്കവണ്ണം പ്രതിപക്ഷം അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി എല്ലായിടത്തും ശ്രമിക്കാറുണ്ട്. और एक व्यक्ति इलेक्शन के द्वारा और अधिकार में आया तो उनका बदले गिरे हुए लोग ढूंढ रहा है, उनको गिराने के लिए कुछ रास्ता देखने के लिए. അനേകം മഹാന്മാരായ രാഷ്ട്രീയക്കാർക്ക്, അധികാരത്തിന്റെ പ്രസിഡന്റുമാർക്കൊക്കെയും അവരുടെ അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നു സ്ത്രീകളുമായിട്ടുള്ളതായ ഈ വിഷയത്തിൽ. ये दुनियादारी कामकारियों में हमें हुकूमत देने वाले अधिकारियों ने कई स्त्रियों के बारे में दोष के काम के कारण उनका गिद्धि छोड़ना पड़ा है. ആത്മീയ ലോകത്തിലും നമ്മുടെ ശത്രുവായ പ്രതിപക്ഷമായിരിക്കുന്നതായ പിശാച് നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം രാപകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കുറ്റം പറയുന്നവനായിട്ടുള്ളത്, അക്യൂസർ ആയിട്ടുള്ളതായ പിശാച് ഉണ്ട് എന്ന് നാം ഓർക്കുന്നത് നന്നായിരിക്കും. ध्यान दे, हमारा प्रतियोगी शैतान ने हमारा विरोध में लड़ते हुए स्वर्ग राज्य में हमारे लिए वाद विवाद करते हैं, हमारा मसीह की महिमा से हम रहित होने के लिए. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. इब्रानियों की पत्री 11वां अध्याय में हम आए. അതില് 11-ന്റെ 24-ാം വാക്യം വായിക്കുന്നു. 11वां अध्याय 26वां पद में हम ये वचन देखते हैं. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. और यहाँ पर दिया है, विश्वास के साथ मूसा के माता पिता ने उसको उत्पन्न होने के बाद 3 महिमा तक उनको छिपा कर रखा. उसका 24वां पद में विश्वास की ही से मूसा ने सयाना होकर फिरौन की बेटी का पुत्र कहलाने से इनकार किया है. മിസ്രൈമിലെയും അഥവാ ഈജിപ്തിലെയും അടുത്ത രാജാവായി തീരാനുള്ളതായ വ്യക്തിയായിരുന്നു മോശ. इजिप्ट में, मिस्र देश में आगे के बादशाह बनने के लिए, राजा बनने के लिए अवसर मिलने वाले थे मूसा. അവിടെയുള്ളതായ പിന്നെ സമ്പത്ത്, അധികാരം എല്ലാം ഇയാളുടേതായ അവകാശമായിരുന്നു. जो मिस्र देश में अधिकार या
धन दौलत या पृथ्वी, वो सब कुछ इनके अधिकार में आने वाले थे। രൂപാന്തരം പ്രാപിച്ച ദൈവത്തെ മുഖാമുഖം കണ്ടതായ മോശയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഈ ലോകത്തിലുള്ളതായ നിക്ഷേപങ്ങൾക്കും ധനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായി മാറി. ये मसीह को देखा है, मसीह की शब्द सुना, ये कारण में ये जितने अभिलाषाओं की बातों को त्याग किया, यहोवा की ओर अपना शहरे मुंह फिराया। ക്രിസ്തുവിന്റെ മഹത്വം കണ്ടതായ ഓരോ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ മണ്ണിലുള്ളതായ മാണിക്യത്തെ കുറിച്ച് നമുക്ക് അതിനെ ഈ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ മണ്ണിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയില്ല. और मसीह को पाया, मसीह को अपनाया, ग्रहण किया, ये मसीह की संतान हो गया। और मसीह ने हमारे लिए वायदा बनाया। ये शब्द बात को हम अपने ज्यादा ध्यान लगाते हैं. ക്രിസ്തുവും അത് തന്നെയും സ്വർഗത്തിലെ പിതാവിന്റെ വലത്തെ ഭാഗം സകല അധികാരങ്ങളോടും കൂടി ഇരുന്നവൻ അവിടെയുള്ള മഹിമകളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ ഭൂമിയിലേക്ക് ഈ താണലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. मसीह ने वही हमें सिखाते हैं. स्वर्ग राज्य में सारे महत्व की स्वामी मालिक है, पिता परमेश्वर की दाहिने की ओर बैठने वाले हैं, लेकिन सब कुछ त्याग करते हुए उन्होंने भूमि पर आया और मानव जातियों को ढूंढने के लिए. മോശയും അത് തന്നെ ചെയ്തു. തന്റെ പദവികളും സ്ഥാനമാനങ്ങളും സമ്പത്തും എല്ലാം അത് ഉപേക്ഷിക്കുവാൻ തയ്യാറായി. എന്തിനു വേണ്ടി? താനൊരു അടിമയായി ജീവിക്കുവാൻ തക്കവണ്ണം, അടിമകളോടുകൂടിയും ഐഡന്റിഫൈ ചെയ്യുവാൻ തക്കവണ്ണം അയാൾ താല്പര്യം പ്രകടിപ്പിച്ചു. मूसा ही मसीह की नाई, उनको मिलते हुए सारे आदर महिमा सब कुछ त्याग कर गुलाम में रहते गए लोग और गुलाम लोगों के बीच में काम कार्य करने के लिए मूसा ने तैयार किया. രക്ഷകനായി ഭൂമിയിൽ അവതരിക്കുന്നതായ മിശിഹായുടേതായ ആ നിന്ന ഏറ്റെടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. मसीहा की निंदा और जीवन की कड़वापन जो शब्द अपने ऊपर लेने के लिए मूसा तैयारी हुई है. അതെ, ഇതിനേക്കാളും നിലനിൽക്കുന്നതായ ഒരു രാജ്യമുണ്ടെന്നും തനിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും മോശ വിശ്വസിച്ചു. ये दुनिया की, इसका मालूम मिस्र देश की सारे अधिकार और मिरास त्याग करेगा तो इससे भी बढ़कर एक महत्वपूर्ण काम कार्य मिलने के अवसर है. ये बात मूसा विश्वास किया है. സകലവും തന്റെ വിരൽ തുമ്പുകളിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. सारे सब उसका उंगलियों की आगे थे, वो सच्चाई है. മിസ്രയീം ഭരണകൂടത്തില് തനിക്ക് വലിയ സ്വാധീനമുണ്ട്. मिस्र देश के अधिकारी होकर जीने के लिए हक था. തനിക്ക് എന്ത് വേണമെങ്കിലും ജഡപ്രകാരം പാപം ചെയ്യുന്നുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. शारीरिक अभिलाषा, शारीरिक इच्छा पूरा करने के लिए अवसर बहुत सारे उनको मिला है. അങ്ങനെയാണല്ലോ രാജാക്കന്മാർക്ക് എന്ത് പാപവും ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസ് പണ്ടേ ഉണ്ട്. और ऐसा ही है, राजा होवे तो सारे पाप अपराध और व्यभिचार के काम करने के लिए उनको अवकाश है. അപ്പോ ജഡാഭിലാഷത്തിന്റെ മേൽ അദ്ദേഹം ജയമെടുത്തു. और मूसा ने ये शारीरिक अभिलाषाओं में विजय पाया है. സമ്പത്തിൽ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. धन दौलत की आग्रह अभी नहीं है. മറ്റുള്ളവരുടേതായ അംഗീകാരം പിടിച്ചു പറ്റുക, അതുപോലെ മഹാനാണെന്നുള്ളതായ അതൊന്നും ആ ടൈറ്റിലൊന്നും തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. मूसा ने ये विचार किया, दुनियादारी कोई और मुकुट हमारे लिए नहीं चाहिए. मसीह की लोगों का साथ वेदना उठाने के लिए उन्होंने ആഗ്രഹ की है. തന്റെ കൺമുമ്പിലുള്ളതെല്ലാം തന്നെ കാണാത്തതിന് വേണ്ടി താൻ ഉപേക്ഷിച്ചു.
उनके आंख के सामने सब कुछ त्याग किया मसीह की महल में जीने के लिए। തൻ്റെ കൈവശമുള്ളതെല്ലാം അത് ആം, ആം, കാണാത്ത കാര്യത്തിന് വേണ്ടി അത്രേ താൻ അത് മാറ്റിവെച്ചത്. और उनका हाथ में थे सब कुछ, अंधे की बात के बारे में उन्होंने जीवन उतार कर रखा। അത് ഫറവോന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ധൈര്യത്തോടുകൂടി കടന്നു ചെന്ന് ഈ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം വിട്ടയക്കണമെന്ന് പറയുന്നതിനുള്ളതായ ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. फिर वो राजा के सामने जाकर इस्राएलियों गुलाम में है, उनका संकट दुख में देखा सुना, ये बात रखते हुए उनको छुड़ाने के लिए मैं तुम्हारा सामने आया है। അവൻ അധികാരമുള്ളവനായിട്ട് നിർഭയനായിട്ട് അത്രയും ഫറവോന്റെ മുമ്പിൽ ചെന്നത്. अधिकार की झंडा पकड़कर फिर वो उनके सामने और आया है। ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നത്രേ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തിയത്. यहोवा परमेश्वर ने अपने आप को स्वयं परिचय की, मैं ही हूं, मैं ही हूं। പ്രിയരെ, പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവത്തിന്റെയും സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം യേശു നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. प्यारो मित्रों, मसीह के संतान होने के लिए प्रभु ने हमें अधिकार दी है। അതുകൊണ്ട് നിർഭയമായിട്ട് ഈ കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിക്കാം. इसी कारण निर्भय होकर हमारा मसीह के काम कार्यों में हम इतने उत्साहित होकर मसीह में जीने के लिए प्रयत्न करें। അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് മോഹങ്ങളോട് പോരാടുന്നതായ അത് ഒരു ആത്മശക്തി നമുക്ക് ആവശ്യമായിരിക്കുന്നു. इसी कारण में इधर दिखाया है, शरीर की अभिलाषा के विरोध में लड़ते हैं, एक शब्द हमें यहाँ पर दी है। അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. और मसीह की महिमा हम पहने। അപ്പോ ക്രിസ്തു ആണ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത്. मसीह है हमें चलाने वाला, हमारा युद्ध को अगुए होते हैं। അതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. और इसी कारण में प्रेरित पौलुस ने चेतावनी दिया, सीधा सादा रास्ता में जा। നാം ജീവിക്കുന്നതായ ഈ ലോകം അന്ധകാരമയമായിരിക്കുന്നു. हम जीते हैं, ये संसार अंधकार में डूबने वाले हैं। അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പകൽ സമയത്ത് എന്ന പോലെ മര്യാദയ്ക്ക് നടക്കുക. इसी कारण में प्रेरित पौलुस ने चेतावनी दी, दिन में और रोशनी के समय में हम आदरणीय योग्य बनकर आगे बढ़े। നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക. अंधकार के कामों को त्याग करे। അത് രാത്രി കഴിവാറായി, अंधेरा होने वाले हैं, പകൽ അടുത്തിരിക്കുന്നു. दिन आने वाले हैं। തേജോമയനായ യേശു ക്രിസ്തു രണ്ടാം വരവിൽ അത് അപ്പോഴത്രേ ഇരുട്ട് മാറി വെളിച്ചം വരുന്നത്. यीशु मसीह के दूसरे आगमन में अंधकार बीत जाते हैं, रोशनी आते हैं। അതുകൊണ്ട് വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. इसलिए बाइबल हमें सिखाते हैं और हमें बताती यही है, और ज्यादा नींद में या धन दौलत में, लालचा में, लुचपन में इत्यादि काम कार्यों में नहीं, मसीह की वजन में आनंद रहना। ആകയാൽ ഉദാസീനമായിട്ടുള്ളതായ ദൈവവേല നമുക്ക് മാറ്റിവെക്കാം. അത് ശപിക്കപ്പെട്ടവനെന്ന് അത്രേ പറയുന്നത്. इसी कारण में उदासी होकर सेवकाई करने का काम हम अलग करें, ये श्रापित पाना नहीं। ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവം മാറ്റിവെക്കാം. आवश्यकता आता है तब मसीह को ढूंढते हैं, ये काम त्याग करे.
നിരന്തരം അത് നമ്മുടെ സ്വഭാവമായിരിക്കട്ടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത്. निरंतर हमारा स्वभाव होना चाहिए मसीह में लवलीन रहना। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को आदर अनुग्रह दे। आमीन।